ക്യാബിൻ ക്രൂവിന്റെ സഹായത്തോടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നേരിട്ട് ഹാജരാകണം. ഈ മാസം 10 രാവിലെ 11 മണിക്ക് എറണാകുളം ACJM കോടതിയിലാണ് പ്രതികൾ നേരിട്ട് ഹാജരാകേണ്ടത്. വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും കൊച്ചിയിൽ നിന്ന്. സഹിൻ, എത്തരത്തിലാണ് ഈ ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്? ആതിര, ക്യാബിൻ ക്രൂവിന് ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ നടപടികളെല്ലാം ഇനി എറണാകുളം DRI കേന്ദ്രമായിരിക്കും നടത്തുക. പ്രത്യേകിച്ചും കണ്ണൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയത്. ഒപ്പം തന്നെ വിദേശ കറൻസിയും ഇത്തരത്തിൽ കടത്തിയിരുന്നു. ഇതിൻ്റെ അന്വേഷണമാണ് DRIയിലേക്ക് ഇപ്പോൾ എറണാകുളം യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 10-ാം തീയതി പ്രതികളെ 11 മണിക്ക് മുൻപായി എറണാകുളം ACJM കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10-ാം തീയതി തന്നെ DRI ഈ പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷയും സമർപ്പിക്കും. ഇപ്പോൾ സുഹൈൽ താനോടും ഒപ്പം തന്നെ സുരഭിയും ഈ രണ്ടുപേരും ചേർന്ന് 30 കിലോയിലധികം സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് DRIക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ടുപേർക്ക് മാത്രം ഇത്രയധികം സ്വർണം കടത്താൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് DRI സംഘം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ പ്രതികളെ, ഇപ്പോൾ നിലവിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാൽ മാത്രമേ, അവരെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഇത്തരം കൂടുതൽ പ്രതികളുടെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ആതിര, ശരി. ക്യാബിൻ ക്രൂവിന്റെ സഹായത്തോടെയുള്ള സ്വർണ്ണക്കടത്ത് അന്വേഷണം ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾ നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം. ഈ മാസം 10 രാവിലെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.